പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ RSS നേതാക്കൾ ഹോട്ടലുകളിൽ താമസിക്കാറില്ല എന്നാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതിപ്പോ കണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചല്ലോ, ADGP വരെ സ്ഥിരീകരിച്ചല്ലോ. ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥതയോടുകൂടി സുരേന്ദ്രൻ വന്ന് പറഞ്ഞതിന് ഓന്റെ കള്ളപ്പണ കേസ്, കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിന്റെ നന്ദി പറയാണ് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ. ഫോൺ എങ്ങോട്ടാ വിളിച്ചത്? കുഴൽപ്പണത്തിൽ പിടിച്ച ആളല്ലേ ഫോൺ എങ്ങോട്ടാ വിളിച്ചത്? ആരുടെ അടുത്തേക്കാണ് വിളിച്ചത്? ആരുടെ നമ്പറിലേക്കാണ് വിളിച്ചത്? എന്നിട്ട് അയാളെ പ്രതിയാക്കാതെ രക്ഷപ്പെടുത്തി കൊടുത്തതിന്റെ നന്ദി പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയല്ല. അത് നിങ്ങൾ അന്വേഷിച്ചു. ഒരു പോലീസിനെ നിയന്ത്രിക്കുക. ഇപ്പൊ ഭരണത്തിന്റെ നിയന്ത്രണവും കൂടി അവരുടെ കയ്യിലേക്കായി. പോലീസിനെ മാത്രമല്ല, ഭരണത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘമായി അവര്. ഭരണത്തെ കൂടി. ഈ ഉപജാപക സംഘം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഭരണത്തിൽ കാര്യമായിട്ടുള്ള റോളില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആ ഉപജാപക സംഘത്തിന് പുള്ളി വിട്ടുകൊടുത്തിരിക്കുകയാണല്ല. കഴിഞ്ഞ ഭരണത്തില് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ആയിരുന്നു. അമിതാധികാരങ്ങളുള്ള ഒരാൾ, എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവസാനം അയാൾ ജയിലിൽ പോയല്ലേ അയാൾ അവസാനം. ശരിക്കും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണ് ജയിലിൽ പോയത് മുഖ്യമന്ത്രി, സീനിയർ IAS ഉദ്യോഗസ്ഥർ. ഇവർക്കെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണവും സ്വർണം പൊട്ടിക്കൽ ആരോപണവും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തിയെന്നുള്ള ആരോപണമൊക്കെ എന്തൊരു ആരോപണം. അതല്ലല്ലോ UDFന്റെ വോട്ട്, കുറെ വോട്ട്. ഞാനത് അസംബ്ലി പറയല്ലോ, UDFന്റെ കുറെ വോട്ട് LDFനാണ് പോയത്. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ LDFനാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ LDFന് പോയി. അതിന്റെ ഗുണം സുനിൽകുമാറിന് കിട്ടാതെ പോയത്. ശരിക്കും സുനിൽകുമാർ ജയിച്ചു പോകേണ്ടാണ് അതിൻ്റെ അകത്ത് കിട്ടാതെ പോയത്. CPMന്റെ വോട്ട് ഒഴുക്കായിരുന്നു BJPയിലേക്ക് ധാരണ പ്രകാരം. മാത്രമല്ല വലിയൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി അവിടെ. അതിന്റെ ഗുണഭോക്താവ് BJPയാണ്. അത് തന്നെയാണ് VS സുനിൽകുമാർ പറഞ്ഞത്. പൂരം കലക്കിയതിന്റെ ഇരയാണ് താനെന്ന് VS സുനിൽകുമാറിന്റെ മറുപടിയാണ് പൊളിറ്റിക്കലായിട്ടുള്ള റിപ്ലൈ. പൂരം കലക്കിയതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ ഇതൊക്കെ പറയണ ആരാണെന്നൊക്കെ. അല്ല, അതൊക്കെ വന്നോളൂ, നിങ്ങൾ തന്നെ അന്വേഷിച്ചോ ആരാണ്. എനിക്ക് മനസ്സിലായില്ല. സ്വർണ്ണക്കടത്തില് സ്വപ്നയെ ആദ്യഘട്ടത്തിൽ ലക്ഷിച്ചത്, ഈ ലോക്ക്ഡൌൺ സമയത്ത് ബാംഗ്ലൂരിലേക്ക് ലക്ഷിച്ചത് അജിത്താണ്, ADGP ആണ്. ഒപ്പം ശിവശങ്കർ സരിതയോടും സരിത്തിനോടും പറഞ്ഞു, ഈ അജിത്ത് ADGPക്ക് ഇതറിയാം, ADGP നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നു കൂടി. അത് കൃത്യമല്ല. ഞങ്ങളെന്ന് ആക്ഷേപം ഉന്നയിച്ചല്ല, പേര് പറഞ്ഞില്ല. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്, കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അവർ രക്ഷപ്പെട്ടത്. അന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോവിഡ് കാലത്ത്. അവർ അരൂരിലൊരു സ്ഥലത്ത് പോയല്ലോ. വരുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ സ്ഥലത്തല്ലേ ഒരാളെ അല്ലേ അരൂര് താമസ സൗകര്യം ഒരുക്കിയത്. അതൊക്കെ ഞങ്ങളന്ന് പറഞ്ഞാണ്. അരൂര് താമസ സൗകര്യം ഒരുക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ആള്, മുഖ്യമന്ത്രി എന്ന ടിഷ്യൂ പേപ്പറിൽ എടുത്തു കൊടുത്താൽ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുമെന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ ആള് അല്ലേ ജയിലിൽ പോയില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയല്ലോ. അതേ എന്നിട്ടും പഠിക്കാതെ വീണ്ടും ആ ഓഫീസിലെ അമിതാധികാര ശക്തികൾ പ്രവർത്തിക്കുകയാണ്. IG ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ അതീത ശക്തികൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് കൊടുത്തത്. ഒരു IG അഫിഡവിറ്റ് കൊടുത്താണ് ഹൈക്കോടതിയിൽ, ഇല്ലേ? പിന്നെ പേടിപ്പിച്ചപ്പോൾ അയാൾ പിന്മാറി. പക്ഷെ കൊടുത്ത അഫിഡവിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരിൽ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതാധികാര ശക്തികൾ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു IG അഫിഡവിറ്റ് കൊടുത്താ എന്താ നടക്കണത്? അതാണ് ശരി.